പാലക്കാട് കോട്ടമൈതാനത്താണ് ഇപ്പോൾ മോർണിംഗ് വൈബ്സ് ഉള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര ചെയ്യുന്ന വാഹനത്തിന്റെ പരിസരത്ത് ഈ റോഡ് ഷോയിൽ അദ്ദേഹം ഈ വാഹനത്തിലാണ് ഉണ്ടാവുക. ഒപ്പം തന്നെ 50,000-ഓളം പ്രവർത്തകർ പങ്കെടുക്കും. രാവിലെ 10 മണിയോടുകൂടി മേഴ്സി കോളേജ് പരിസരത്താണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇറങ്ങുക. അതിനുശേഷം അദ്ദേഹം ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ കോട്ടമൈതാനത്തുള്ള 5 വിളക്കിലെത്തും. 5 വിളക്കിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിക്കുക. അത് സുൽത്താൻപേട്ട് വഴി ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അവിടെയാണ് സമാപിക്കുക. കൃത്യം 11:30 തന്നെ നരേന്ദ്രമോദിയുടെ പരിപാടി അവസാനിക്കും. നമുക്കിപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ പ്രതിനിധികളായ MS അനീഷ് കുമാർ മേഴ്സി കോളേജ് ഗ്രൗണ്ട് പരിസരത്തുമുണ്ട്. ഒപ്പം തന്നെ CV അനുമോദ് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരത്തുമുണ്ട്. ആദ്യം നമുക്ക് CV അനുമോദിലേക്ക് പോവാം. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും നരേന്ദ്രമോദിയുടെ വരവിനെ പ്രമാണിച്ച് വലിയ ഒരുക്കങ്ങളാണ് നഗരത്തിൽ പൂർത്തിയായിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിന് കൃത്യം 10 മണിക്ക് തന്നെ അദ്ദേഹം മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ എത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ലഭിക്കുന്നത്. എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? ദിനേശ്, നമുക്കറിയാം നരേന്ദ്രമോദി 3-ാം തവണയാണ് പാലക്കാട് എത്തുന്നത്. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ടാണ് കേരളത്തിലും എത്തുന്നത്. പാലക്കാട് BJPയെ സംബന്ധിച്ച് ഏറെ വലിയ ശക്തിയോടെ പ്രചാരണം നടത്തുന്ന ഏറെ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ സ്വാഭാവികമായിട്ടും BJPയെ സംബന്ധിച്ച് ഈ ഒരു പ്രചാരണ രംഗത്ത് കരുത്തു പകരും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷയുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ റോഡ് ഷോ അവസാനിക്കുന്ന ഓഫീസിന്റെ മുൻവശത്താണ്. BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുൻവശത്താണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഈ 2 വശവും ബാരിക്കേഡുകൾ വെച്ച് വഴികൾ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന് പിന്നിലായിരിക്കും, ഈ ബാരിക്കേഡിന് പിന്നിലായിരിക്കും പ്രവർത്തകർക്ക് പ്രധാനമന്ത്രിയെ അഭിവാദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാവുക. പോലീസിന്റെ വലിയ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായ നിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും പ്രവർത്തകർക്ക്, അതായത് റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് നൽകിയിട്ടുണ്ട്. ഈ കൃത്യമായി നിർദ്ദേശിച്ച സ്ഥലത്ത് മാത്രമാണ് ആളുകൾക്ക് നിൽക്കാൻ കഴിയുക. അതുപോലെ തന്നെ ഈ ഒരു ഇടത്തേക്കുള്ള വഴികളൊക്കെ തന്നെ ഇതിനോടകം തന്നെ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഏകദേശം 1 കിലോമീറ്റർ ദൈർഘ്യമാണ് ഈ ഒരു റോഡിനുള്ളത്. ഈ റോഡിലേക്ക് കയറാവുന്ന വഴികളൊക്കെ, റോഡുകളൊക്കെ ഇതിനോടകം തന്നെ പോലീസ് ബാരിക്കേഡ് വെച്ച് അടച്ചു കഴിഞ്ഞിരിക്കുന്നു. പോലീസിന്റെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഇവിടേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. മാധ്യമങ്ങൾക്കാകട്ടെ 3 ഇടങ്ങളിൽ കൃത്യമായ നിർദ്ദേശം നൽകിയ 3 ഇടങ്ങളിൽ മാത്രമാണ് അവർക്ക് നിൽക്കാനുള്ള അനുവാദം ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരത്താണ്. ഇവിടെയാണ് ഈ റോഡ് ഷോയുടെ സമാപനം ഉള്ളത്. നമ്മൾ തൃശ്ശൂരിൽ 2 മാസങ്ങൾക്ക് മുമ്പ് കണ്ടതുപോലെ ഉള്ള ഒരു ഒരുക്കങ്ങൾ തന്നെ ആണ് ഇവിടെയും ഉള്ളത്. ഇവിടേക്ക് ഏതാണ്ട് പ്രവർത്തകരൊക്കെ എത്തിച്ചേരാൻ തുടങ്ങുന്നതേയുള്ളൂ. നമുക്കറിയാം രാവിലെ ഇപ്പോൾ 7 മണിയായിട്ടേ ഉള്ളൂ. സ്വാഭാവികമായിട്ടും പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് വരും മണിക്കൂറുകളിൽ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ കഴിയുന്നതാണ്. വിനേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ BJPയെ സംബന്ധിച്ച് ഇദ്ദേഹത്തിന്റെ റോഡ് ഷോ ഏറെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവരുടെ സ്റ്റാർ ക്യാമ്പയിനർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തുക എന്ന് പറയുമ്പോൾ BJPയെ സംബന്ധിച്ച് അത് പ്രചാരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ തന്നെ ഒരു മുൻതൂക്കം നേടാനുള്ള സഹായകമാകുന്ന ഘടകമാകുമെന്ന പ്രതീക്ഷയാണ് BJPക്കുള്ളത്. പ്രധാനമന്ത്രിക്കൊപ്പം പാലക്കാട് സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, അതുപോലെ മലപ്പുറത്തെയും പൊന്നാനിയിലെയും സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. അവർ തുടക്കം മുതൽ അവസാനം വരേക്ക് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ കൂടെ ഓപ്പൺ വാഹനത്തിൽ അവർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കും. അതിനുശേഷം ഇവിടെ നിന്നും ഈ റോഡ് ഷോ അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി മടങ്ങിപ്പോകും. എന്നാണെങ്കിൽ വലിയ തിരക്കാണ്, വലിയ തിരക്ക് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇവിടെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരും SPGയും ഇപ്പോൾ സുരക്ഷയ്ക്ക് വേണ്ട അതിന് നിർദ്ദേശങ്ങൾ നൽകുകയാണ്. സുരക്ഷാ പരിശോധനകൾ നടത്തുകയാണ്. എന്നാണെങ്കിലും അദ്ദേഹത്തിന്റെ റോഡ് ഷോ നിശ്ചയിച്ച സമയത്ത് തന്നെ ഏതാണ്ട് 1 മണിക്കൂർ സമയം അദ്ദേഹം പാലക്കാട് ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരുപക്ഷെ പൊതുസമ്മേളനമില്ലാത്തതുകൊണ്ട് പ്രസംഗം ഉണ്ടാകില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ഒരു ആവേശത്തോടെ, ഈ പ്രചരണത്തിന്റെ തുടക്കത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു പ്രചരണായുധം അല്ലെങ്കിൽ അതിന്റെ ഒരു തുടക്കം ഈ റോഡ് ഷോയിലൂടെ നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. ശക്തമായ മുന്നൊരുക്കങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിനേഷ്, മുഴുവൻ ജനങ്ങളും പങ്കെടുത്ത് വിജയിപ്പിക്കണമെന്ന് സഭനെയും അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. അനുമോദം തുടരുക. നമുക്ക് മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ MS അനീഷ് കുമാർ ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നത് മേഴ്സി കോളേജ് പരിസരത്താണ്. അനീഷ്, ഗുഡ് മോർണിംഗ്.
എങ്ങനെയൊക്കെയാണ് ഒരുക്കങ്ങൾ? അവിടെ കൃത്യം 10 മണിക്ക് തന്നെ പ്രധാനമന്ത്രി എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തൊക്കെയാണ് അവിടുത്തെ വിവരങ്ങൾ? ഇപ്പോൾ തന്നെ ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അവിടെ. ലോകാരാധ്യനായ നരേന്ദ്രമോദിജി വിനേഷ്, 10 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ നമ്മൾക്ക് പിന്നിലുള്ള മേഴ്സി കോളേജിന്റെ ഗ്രൗണ്ടിലെ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഹെലിപ്പാഡിൽ ഇറങ്ങിയത്. ഇപ്പോൾ തന്നെ പോലീസിന്റെ ഒരു സുരക്ഷാ വലയത്തിലാണ് മേഴ്സി കോളേജും പരിസര പ്രദേശങ്ങളും, പ്രത്യേകിച്ചും ഗ്രൗണ്ടും പരിസര പ്രദേശങ്ങളും. ആ ഭാഗത്തേക്ക് കാര്യമായി ആളുകളെ കടത്തി വിടുന്നില്ല. കൃത്യമായ പോലീസ് സുരക്ഷാ സന്നാഹങ്ങൾ പൂർത്തിയാക്കി മാത്രമാണ് കടത്തിവിടുന്നത്. ഒപ്പം ഈ പ്രത്യേകമായി പാസ് നൽകിയ ആളുകളുണ്ട്. അതായത് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, മറ്റ് BJPയുടെ ഭാരവാഹികൾ, ഒപ്പം ഈ മത സാമൂഹിക സംഘടനാ നേതാക്കളൊക്കെ ഉണ്ട്. അവരെ മാത്രമാണ് കടത്തിവിടുക. അത്തരത്തിലുള്ളൊരു ക്രമീകരണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം ഈ സമീപ പ്രദേശങ്ങളിലുള്ള കെട്ടിടങ്ങളുടെ മുകൾ വശങ്ങളൊക്കെ തന്നെ പോലീസ് സുരക്ഷാ വലയത്തിലാക്കിയിരിക്കുന്നു. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് നമുക്ക് പിന്നിൽ കാണുന്നതാണ് ഹെലിപ്പാഡ്. ആ ഹെലിപ്പാഡ് ഭാഗത്താണ് അദ്ദേഹത്തിന് ഇറങ്ങാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ നിന്നും റോഡ് മാർഗം തന്നെയാണ് അദ്ദേഹം പുറത്തേക്ക് പോവുക. കോട്ടമൈതാനത്ത് എത്തും. അവിടെ നിന്നാണ് 5 വിളക്ക് പരിസരത്ത് നിന്നും സുൽത്താൻപേട്ട വഴി പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് പരിസരത്തേക്കുള്ള റോഡ് ഷോ ആരംഭിക്കുക. ഈ റോഡിന് ഇരുവശവും ബാരിക്കേഡുകൾ കെട്ടി തിരിച്ചിരിക്കുന്നു. ഒരാളെയും ബാരിക്കേഡുകൾ ഭേദിച്ച് വഴിയിലേക്ക് വരാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ പാലക്കാട് നഗരത്തിൽ പലയിടങ്ങളിലായി, അതായത് ഈ റോഡ് ഷോ നേരിട്ട് കടന്നു പോകുന്നതോ അല്ലെങ്കിൽ റോഡ് ഷോയിലേക്ക് ദിശ തിരിയുന്നതോ ആയ ഇടങ്ങളിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലായിടത്തും ബാരിക്കേഡുകളുണ്ട്. പ്രധാന റോഡുകളിൽ നിന്നും ഈ റോഡ് ഷോ വരുന്ന ഇടങ്ങളിലേക്കുള്ള വഴികൾ ബ്ലോക്ക് ചെയ്ത് രാവിലെ തന്നെ പോലീസിന്റെ സുരക്ഷ വലയത്തിലാക്കിയിരിക്കുന്നു. ഒപ്പം ഈ ഹെലിപ്പാഡിലേക്ക് തിരിയുന്ന എല്ലാ ഇടങ്ങളും, അതായത് ദൃശ്യമായ എല്ലാ ഇടങ്ങളിലുമുള്ള കെട്ടിടങ്ങളുടെ മുകൾ ഭാഗങ്ങളിലും മറ്റുമൊക്കെ ഇതിനകം പോലീസുണ്ട്. ആ ഭാഗത്തേക്കൊന്നും ആളുകളെ കടത്തിവിടുന്നില്ല. അവിടുത്തെ താമസക്കാർക്ക് പോലും അവരുടെ കെട്ടിടത്തിന്റെ മുകൾ നിലയിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ആ ടെറസിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വളരെ പരിമിതമായ ആളുകളെ മാത്രമാണ് ഈ മേഴ്സി കോളേജ് ഗ്രൗണ്ടിലേക്ക്, ഹെലിപ്പാഡിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തൃശ്ശൂരിലും മറ്റുമൊക്കെ ഈ പാർട്ടി പ്രവർത്തകർക്ക് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിനായി ഈ ഹെലിപ്പാഡിൽ, അതായത് അദ്ദേഹം ഇറങ്ങുന്ന സ്ഥലത്ത് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അന്ന് അദ്ദേഹം അവിടെ ഇറങ്ങി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത ശേഷമാണ് പോവുകയും ചെയ്തത്. എന്തായാലും ഇത്തവണ അങ്ങനൊരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടില്ല. ഏതാണ്ട് 5 ലക്ഷത്തിലധികം ആളുകൾ, 1/2 ലക്ഷത്തിലധികം ആളുകൾ, 50,000-ഓളം ആളുകൾ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ എത്തുമെന്നാണ് നേരത്തെ തന്നെ ഭാരവാഹികൾ, BJP ഭാരവാഹികൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അവർക്ക് ഈ റോഡുകളോട് ചേർന്ന് തന്നെ ബാരിക്കേഡുകളുണ്ട്. ആ ബാരിക്കേഡുകൾക്കുള്ളിൽ നിലയുറപ്പിക്കണം എന്നാണ് പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അവർക്ക് ഈ ഭക്ഷണ സാമഗ്രികളോ പൊതികളോ ഒന്നും കയ്യിൽ കരുതല്ല. ഈ വെള്ളമടക്കമുള്ള കാര്യങ്ങൾ സംഘാടകർ നൽകും എന്ന് അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും പാലക്കാട്, മലപ്പുറം, പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ഈ റോഡ് ഷോയുടെ ഭാഗമാകും എന്നാണ് അറിയിച്ചത്. BJP വളരെ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒരു മണ്ഡലം കൂടിയാണ്. അപ്പോൾ അതിന് യോജിക്കുന്ന ഒരു ശക്തി പ്രകടനമാക്കി ഇന്നത്തെ ഈ റോഡ് ഷോയെ മാറ്റുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 9 മണിക്ക് മുമ്പ് ഈ പ്രവർത്തകർ റോഡ് ഷോ നടക്കുന്ന സ്ഥലത്ത് എത്തണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇവർക്കുള്ള ബാരിക്കേഡുകൾ പ്രത്യേക ഇടങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. ഹാൻഡ് ബാഗുകൾ, കുപ്പിവെള്ളം എന്നിവ കയ്യിൽ കരുതരുത് എന്ന് ഈ സംഘാടകർ കൃത്യമായി പ്രവർത്തകർക്കുള്ള നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഈ റോഡ് ഷോയുടെ ഭാഗമായുള്ള സുരക്ഷാ പരിശോധനകളൊക്കെ പൂർത്തിയായിരുന്നു. 2-3 വട്ടമൊക്കെ ട്രയൽ റൺ നടത്തി ആ ഹെലിപ്പാഡിൽ എത്തുന്നതും അവിടെ നിന്നും പുറത്തേക്ക് പ്രധാനമന്ത്രി വരുന്നതും പിന്നീട് ഈ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പരിശോധനകളൊക്കെ പൂർത്തിയായിരുന്നു. ഈ പരീക്ഷകൾക്ക് പോലും ചില നിയന്ത്രണങ്ങളുണ്ട്. അതായത് SLC പരീക്ഷയും +1 പരീക്ഷയും ഒക്കെ നടക്കുന്നതിനാൽ ഈ നഗര പ്രദേശത്തുള്ള വിദ്യാർത്ഥികൾ 8 മണിക്ക് മുമ്പ് തന്നെ വിദ്യാലയങ്ങളിൽ എത്തണമെന്ന ഒരു നിർദ്ദേശം അധികൃതർ നൽകിയിട്ടുണ്ട്. പരമാവധി നേരത്തെ ഈ നഗരത്തിലെ തിരക്കുകളിൽ പെടാതെ ഈ സ്കൂളിലേക്ക് എത്തുക. പരീക്ഷ പക്ഷേ സാധാരണ സമയത്ത് തന്നെ നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നഗരത്തിലെ വലിയ ഗതാഗത നിയന്ത്രണങ്ങളും വിവിധ തരത്തിൽ ഇടങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ കാര്യങ്ങളൊക്കെ ഭദ്രമായി മുന്നോട്ട് പോകുന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ മേഴ്സി കോളേജ് ഉള്ളത്. വിനേഷ്.